ലൈവ് എന്റെ മുമ്പിലുള്ളത് കൊണ്ട് എന്റേതായ പൊയ്യത്ത് വയലെ അന്തു ഇത് വരക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ എന്റെ പ്രസംഗം പൊയ്യത്ത് വയലെ അന്തു അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കും. അന്തൂര്യങ്ങൾക്ക് പരിചയമുണ്ടോ? ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടാവും, ഒരു ആംബുലൻസിൽ ഒരാൾ വന്നിട്ടില്ല ഇന്നലെ ഇവിടെ, അല്ലേ? ഇവിടുത്തെ വേദ പരിപാടിക്ക് അരന്ന് താഴെ ജീവനില്ലാത്തൊരു മനുഷ്യൻ, സുബ്ഹാനല്ലാഹ്. പക്ഷെ ആ ജീവന് മുഴുവൻ അല്ലാഹു തആല അവനിക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ അറിയില്ല. അത്രയും വലിയ സുന്നത്ത് ജമാഅത്തിന്റെ സ്പിരിറ്റുള്ള ആ കടന്ന സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്തേക്ക് എന്നെ വേദന മുക്കാക്കിയത് അദ്ദേഹമാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നലെ ഞാൻ ഉജ്രയിൽ കണ്ടപ്പോ സാഹിത്യം നാളെ മറക്കണ്ട, നമ്മളെ ഉറൂസ് നാളെയല്ലേ, എല്ലാ പരിപാടിയും കടന്നിട്ട് അവിടെ നിന്നാ വിജയിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതിനിടയ്ക്ക് ഞാനിങ്ങനെ ഒരു വേദനയിൽ പോകുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പോ നാളെ നമ്മളെ മജ്പ്രളത്ത് വേദാണ്, 30,000 രൂപ ചെലവുണ്ട്, 25,000 രൂപ ആക്കിയിട്ടായി. കടന്നിട്ട് എണിക്കാൻ കഴിയാത്ത മനുഷ്യനാ പറയുന്നത് 25,000 ആക്കിയിട്ടായി, 5,000 രൂപ ബാക്കിയുള്ളൂ. എല്ലാം കടന്നിരുന്ന് പൈസയും റെഡിയാക്കും, എല്ലാം കടന്നിരുന്ന് എല്ലാ പ്രവർത്തനവും ചെയ്യും. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങളും ബന്ധം ആര് വേദന പോണോ ഈ കടന്നിരുന്ന് ബുക്കാക്കി തരും. നിങ്ങൾക്ക് കിട്ടാത്ത ആൾക്കാരെ മുഴുവനും കടന്നിരുന്ന് ഫോൺ കൊണ്ട് ബുക്കാക്കി തരും. ആ നിലക്ക് അള്ളാഹു വലിയൊരു കഴിവ് കൊടുത്ത അവള് പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. പൊയ്യത്ത് വരെ അന്തു 18 കൊല്ലമായി തെങ്ങിൽ കയറുമ്പോൾ വീണു അരയുന്ന തായെന്ന് ജീവില്ലാത്ത ഒരു മനുഷ്യൻ. അള്ളാഹുവേ, ഞാൻ അദ്ദേഹവുമായി ബന്ധം കുറെ കൊല്ലമായി, പക്ഷെ അദ്ദേഹത്തെ കണ്ടത് ഇപ്പൊ അടുത്താണ്. ആ കണ്ടതിന്റെ കഥ നിങ്ങൾ കേൾക്കണോ? ഇങ്ങനെ മൊബൈലിൽ സംസാരിക്കുന്നു, നമ്മളെ പരിപാടിയൊക്കെ നാനാഭാഗത്തും അദ്ദേഹം അറിയിക്കുന്നുണ്ട്, പരിപാടിക്കൊക്കെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യുന്നുണ്ട്, വാട്സപ്പിലൂടെ അതൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. മിനിയാ നിങ്ങൾ കണ്ടില്ല, എന്നോട് വിളിച്ചു പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഒരു മാസത്തെ അടുത്ത ഫെബ്രുവരി വരെയുള്ള ഒരു ദിവസത്തെ മാസത്തിന്റെ എല്ലാ ഡേറ്റും തരണം എന്ന് പറഞ്ഞു. ഞാൻ ഒരു മാസത്തെ ഫുള്ള് ഡേറ്റ് കൊടുത്ത്, ഒരു ദിവസം ഒഴിവില്ലാത്ത ഡേറ്റ് കൊടുത്ത്. ഇന്നലെ വാട്സപ്പ് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് 6 മുതൽ 16 വരെ റഫീഖ് സാഹിബിന്റെ സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് 16-ാം തീയതി വരെയുള്ള എല്ലാ പരിപാടി ഇട്ട് ഞാൻ ചോദിച്ചു എന്തിനാ ഇങ്ങനത്തെ പണിയെടുത്ത്? ഇല്ല സാർ, 16-ാം തീയതി മുതൽ പിന്നെ 31 വരെ അടുത്ത മാസത്തിൽ അടുത്തത് കൊടുക്കുക. ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്, വാഴൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അദ്ദേഹം കടന്ന സ്ഥലത്ത് പ്രചരിപ്പിക്കുകയാണ്. 18 കൊല്ലം മുമ്പ് തെങ്ങിന് വീണ് അദ്ദേഹത്തിന്റെ അരതായ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഫോണുമായി ബന്ധമുള്ള അദ്ദേഹം, ഞാനിങ്ങനെ ഈ അടുത്ത് ഈ മുടിപ്പ് നമ്മളെ മോണ്ടുകോളി ഭാഗത്തേക്ക് ഞാൻ വേദന വരുമ്പോ, മോണ്ടുപദവിലേക്ക് വേദന വരുമ്പോ ഞാൻ അദ്ദേഹത്തോട് പറയും, ഞാൻ ഇങ്ങനെ വരുന്നുണ്ട്, ഏടെ അപ്പു നിന്റെ പോരെ, എനിക്ക് റോഡ് സൈഡിൽ നിൽക്കു നോക്കാം, അനക്ക് നിന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവൻ ചോദിക്കുന്നത്, ഉസ്താദ് ഞാൻ റോഡ് സൈഡിൽ നിൽക്കാനോ, എന്നെ പറ്റി നിങ്ങൾക്ക് അറിയില്ല ഉസ്താദ്, ഞാൻ കടന്നിട്ട് 18 കൊല്ലായില്ലേ, എനിക്ക് നടക്കാൻ കഴിയാതെ. അപ്പോഴാണ് ഇദ്ദേഹം കടപ്പിലാണെന്ന വിഷയം പോലും ഞാൻ അറിയുന്നത്. അതുവരെ അദ്ദേഹം കടപ്പിലാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അല്ലാഹു പൂർണ്ണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ, പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. ഇദ്ദേഹം അദ്ദേഹം കടന്ന സ്ഥലത്താണ് കാഷ്ടിക്കുന്നതും മുത്രിക്കുന്നതും എല്ലാം ഇപ്പോൾ ഖിദ്മത്തെടുക്കുന്നത് ഉമ്മയാണ്. ഉമ്മയുടെ കാലം കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന്റെ ഖിദ്മത്തെടുക്കുന്ന ഉമ്മാക്ക് നീ പൂർണ്ണമായും ആഫിയത്ത് നൽകണം റഹ്മാനെ, ആരോഗ്യം നൽകണേ റഹ്മാനെ, എല്ലാ രോഗങ്ങളും